പലപ്പോഴും ഈ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 വർഷമൊക്കെ എത്തിയിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയി അവരുടെ കരിയറിൻ്റെ ഒരു ഈ പറഞ്ഞ ഒരു ഫ്ലോയിൽ എത്തുന്ന സമയത്താകുമ്പോൾ അവർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്ന സമയത്ത് MBA എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവർ ഒരു പേടിയാണ്. കാരണം അവിടുന്ന് ബ്രേക്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ 2 വർഷം പോകുമ്പോൾ പിന്നെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ജോലിയുടെ സേഫ്റ്റി കൺസേൺ ഉണ്ടാവും. ജോലി എനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ അതേ അല്ലെങ്കിൽ ആ ഒരു ജോലി എനിക്ക് അവിടെ ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. മാത്രമല്ല പിന്നെ സാലറി 2 വർഷത്തെ സാലറി ഇല്ലാതെ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ, ഫിനാൻഷ്യലി എഫക്റ്റ് ആവുന്ന ഒരു കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒരു സൊല്യൂഷനാണ്. ഇപ്പോൾ റീസെൻ്റ്ലി സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും ശരി, നമ്മുടെ ഈ ഒരു ഓൺലൈൻ ഡിഗ്രീസിന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ ഓൺലൈൻ ഡിഗ്രീസിലേക്ക് വന്നു തുടങ്ങി. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈക്വൽ ടു റെഗുലർ ഡിഗ്രിയുടെ അതേ സെയിം വാല്യൂ ആണ്. സോ ഒരു MBA ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ കോളേജിൽ പോയി പഠിക്കുന്നതിന് പകരം അവർക്ക് അവരുടെ കരിയറും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വീക്കെൻഡിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം, 2 ഇയേഴ്സ് കൊണ്ട് തന്നെ ഓൺലൈൻ MBA എടുക്കുകയും ചെയ്യാം. അവിടെ വേറെ ഡിഫറൻസ് ഒന്നുമില്ല, ഈക്വൽ ടു റെഗുലർ MBA ആണ് വരുന്നത്. സോ അവർക്ക് ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ കരിയറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവരുടെ കരിയർ ബ്രേക്ക് ആവുന്നില്ല, സാലറി റവന്യൂവിന് എഫക്റ്റ് ആവുന്നില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും കൺസേൺ ആയിട്ട് നിൽക്കുന്ന ഈ പോയിന്റുകൾ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. മാത്രമല്ല നെക്സ്റ്റ് ലെവലിലേക്ക് അവർക്ക് മൂവ് ചെയ്യാനും പറ്റുന്നുണ്ട്.